ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഫയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്. പ്രാർത്ഥന മാത്രം ചെയ്യേണ്ട ഒരു ദിവസമാണ്. എന്തായാലും രാവിലെ തന്നെ കേസ് എടുക്കുന്നതോടുകൂടി 9-10 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ലിസ്റ്റ് കണ്ടത്. അപ്പോൾ രാവിലെ 12 മണിക്കുള്ളിൽ തന്നെ കാര്യങ്ങളുടെ തീരുമാനം വരും എന്നുള്ളതാണ്. 12 മണി ആണ്ട് അതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ജഡ്ജ് അദ്ദേഹം രണ്ട് സൈഡുമുള്ള വാദങ്ങൾ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് മണ്ടന്മാർ പണം ഉണ്ടായിട്ട് പണം ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ നിക്ഷേപിച്ച, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പണം, കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പണം ഈ ഒരു തട്ടിപ്പിലേക്ക് കൊണ്ടിടിപ്പിക്കാൻ കാരണമായ ആൾക്കാർ, അതിൻ്റെ പങ്ക് പറ്റിയ, ഇവരുടെ കഫത്തിൻ്റെ പങ്ക് പറ്റിയ ആൾക്കാർ ഒക്കെ വിചാരിക്കുന്നത് നാളെ തുറന്നു തരുമെന്നാണ്, അല്ലെങ്കിൽ ഇന്ന് ഈ കമ്പനി തുറന്നു തരുമെന്നാണ്. അപ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, പോളിംഗം വരുമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇവർ എന്താണെന്ന് അറിയില്ല. ഇതിന് 2 പൂട്ടുണ്ട് എന്ന് ഇവർക്ക് അറിയില്ല. EDയുടെ ഫ്രീസിങ് അവിടെ കിടക്കുകയാണ്. എന്നിട്ടും ഇവന്മാർ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഇവരെ തിരുത്താൻ എല്ലാം അറിയുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരും ലീഡർമാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇവരെ ഇങ്ങനെ ആശിപ്പിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ കുറ്റമെന്ന് പറയുന്നത്. അവരെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾക്കാർ. ഇവർ മറ്റു ഗ്രൂപ്പുകളിൽ യാഥാർത്ഥ്യം പറയുന്നു, പേഴ്സണൽ ചാറ്റുകളിൽ യാഥാർത്ഥ്യം പറയുന്നു, ഇവർ തമ്മിൽ യാഥാർത്ഥ്യം പറയുന്നു. പക്ഷേങ്കിൽ ഗ്രൂപ്പുകളിൽ അതെല്ലാം മൂടി വെക്കുന്നു. ഇതുപോലെയുള്ള പാവങ്ങൾ വിചാരിക്കുന്നു എല്ലാം ശരിയായി വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് ഒരിക്കലും ശരിയാവില്ല എന്നും, ഇത് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഇവർ പോവുക മാത്രമാണ് ഇവരുടെ ഉദ്ദേശമെന്നും ഇവർ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് എന്നെ ചീത്ത പറയാനും, എൻ്റെ കുടുംബത്തെ ചീത്ത പറയാനും, അല്ലെങ്കിൽ പല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പറയാനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ ആരോപണങ്ങൾ, കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ ഏതോ കമ്പനിക്കാർ കൊട്ടക്കണക്കിന് പൈസ കൊടുത്തിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ഒരു മാസവും, എനിക്ക് തോന്നുന്നു ഒരു വർഷവും 2 മാസം 14 മാസത്തോളമായി ഞാൻ നിരന്തരം ഈ തട്ടിപ്പിനെ, കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പിനെ, നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, CBIക്ക്, കേരള പോലീസിനെ അന്വേഷിച്ചാൽ അതിന് പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CBIക്ക് വിടാൻ തീരുമാനിച്ച ഒരു കേസ്, ED അന്വേഷിച്ച് വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ട് എന്ന് തെളിയിച്ച ഒരു കേസ്, 1 വർഷത്തിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിച്ച, 1 വർഷം എടുത്തില്ല, 8 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച, കേസ് എടുത്തിട്ട് 8 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസ് തുറന്നു തരും. മണി ചെയിൻ ഇവിടെ ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ വീണ്ടും ആദ്യകാല തട്ടിപ്പന്മാരെ പോലെ കോടിപതികളാവും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരെ ഒരു സ്ഥലത്തേക്ക്, മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞ ഒരു അടച്ചിട്ട ഒരു ഇടത്തിലേക്ക് ഇവരെയൊക്കെ തള്ളിക്കയറ്റിയിരിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, അവരോട് പേഴ്സണൽ ചാറ്റ് പാടില്ല,
ഇവിടെ ഒന്നും തന്നെ പറയാൻ പാടില്ല. നമ്മൾ പറയും, അത് കേട്ടുകൊള്ളുക. നമ്മൾ വിളിക്കാൻ പറയും, ഇന്നയാളെ വിളിച്ച് ചീത്ത പറയൂ, അപ്പോൾ നിങ്ങൾ വിളിച്ചു കൊള്ളണം. അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിക്കണം. അങ്ങനെ എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ബുദ്ധിയും ബോധവും വിവേകവും നഷ്ടപ്പെട്ട് ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നാളെ അല്ലെങ്കിൽ ഇന്ന് കോടതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇവരറിയരുത് എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് അവരെ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ആവാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തിന്? നിങ്ങൾക്ക് ഉത്തരവുണ്ടാവില്ലേ? മറ്റു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവുണ്ടാവില്ലേ? 1 വർഷമായിട്ടും മനസ്സിലാവാത്തവർക്ക് ഒരു ജന്മമെടുത്താലും നിങ്ങളുടെ അടിമകൾ തന്നെയായിരിക്കും. 1 വർഷം എടുത്തിട്ട് മനസ്സിലാകാത്തവർ 1 വർഷവും അല്ല 1 ജന്മം മുഴുവൻ നിങ്ങളുടെ അടിമയായിരിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ അവർ ചെയ്യും. പിന്നെ എന്തിനാണ് അവർ മറ്റ് ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്നത്? വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന 2 പേര് അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആയതുകൊണ്ട് മറ്റ് ഗ്രൂപ്പുകൾ മതി എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അവർക്കറിയാം അവിടെ സത്യമല്ല പറയുന്നത്, വളച്ചൊടിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കമ്പനി തിരിച്ചു വരില്ല എന്ന് 100-ലധികം 100, 200, 1000% ഉറപ്പുണ്ടായിട്ടും ഇവർ ഗ്രൂപ്പുകളിൽ വന്ന് പറയും നമ്മളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു, കമ്പനി തിരിച്ചു വരുമെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നിൽക്കുക എന്നാണ് ഇവരോട് പറയുന്നത്. അല്ലാതെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പുറമെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കോടതിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തായിരുന്നു എതിർവാദം, എന്താണ് കോടതിയിൽ കാണിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നാൽ മാത്രമേ അറിയൂ എന്നുള്ള സ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിച്ചിരിക്കുന്നവർ പറയുന്നു ആ ഗ്രൂപ്പ് വേണ്ട, നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ആയിക്കൊള്ളാം, ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളാമെന്ന്. അവർ സന്തോഷവാരന്മാരാണ്. എന്നാൽ അവിടെ എന്തൊക്കെയാണ്, എത്രമാത്രം ദുഷിച്ച ചിന്താഗതിയാണ് അവരെന്ന് ഞാനിന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഫോൺ വിളിച്ച് പറഞ്ഞു, എന്താണ് നിങ്ങളൊന്നും ഇതിൽ ഇടപെടാത്തത്? എത്രമാത്രം മോശപ്പെട്ട വാക്കുകളാണ് ഓരോരാളെ കുറിച്ചും അവർ സംസാരിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇടപെടുന്നില്ല എന്ന്. എത്ര അഡ്മിന്മാരുണ്ട് അതിൽ. പക്ഷെങ്കിൽ അവരൊക്കെ സന്തോഷിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയാണ്, മറ്റൊരാളാണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ കമ്പനിക്ക് എതിരാണ് എന്നുള്ളത് കൊണ്ട് അവരെ തേജോവധം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് 15ഓളം വരുന്ന ഗ്രൂപ്പ് അഡ്മിന്മാർ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ല എന്നറിയാം. ബൈ.